അനാവശ്യമായിട്ടുള്ള ആവശ്യമില്ലാത്തൊരു ഒരു വിവാദമാണ് ഇപ്പോൾ കേരളത്തിൽ. കേരളീയൻ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു വിവാദം കിട്ടണം. രക്തൻ യു കേൾക്കർ എന്ന് പറയുന്ന കേരള കേഡറിലെ 2003 IAS ബാച്ചുകാരനായിട്ടുള്ള ഒരു ഓഫീസറാണ് രക്തൻ യു കേൾക്കർ. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറിയായി നിയമിച്ചതിനെക്കുറിച്ച് വലിയ ഒരു ആക്ഷേപമാണ് പലരും പറയുന്നത്. അതായത് സുവേന്ദു അധികാരി അവിടുത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആളിനെ ചീഫ് സെക്രട്ടറി ആക്കിയത് IAS കാരനാണ്. ആക്കാതിരിക്കാൻ പറ്റുമോ? IAS കാരാകുമ്പോൾ അവർക്ക് ആവശ്യമായ അർഹമായ പോസ്റ്റുകൾ കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ രത്തൻ കേൽക്കർക്ക് ഒരു മുഖ്യമന്ത്രി ഓഫീസിൽ പോസ്റ്റ് കൊടുത്തത് എന്തോ വലിയ പാതകമായിട്ടാണ്. അദ്ദേഹം കേരള IAS കേഡറിലെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല കേരളത്തിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു, നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറായിരുന്നു, പിന്നെ ഇൻഫോ പാർക്കിൻ്റെ ചെയർമാനായിരുന്നു, വിവിധ ജില്ലകളിൽ കളക്ടറായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മികച്ച കളക്ടർക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ആളാണ്. കണ്ണൂരിൽ വച്ച് കളക്ടറായിരുന്നപ്പോൾ മികച്ച അവാർഡ് വാങ്ങിയ ആളാണ്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം കൃഷി വികസന കാർഷിക ക്ഷേമ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഒരുപാട് പോസ്റ്റ് പദവികളിലിരുന്ന ആളാണ്. അതേ ഇപ്പോൾ നാളെ ചീഫ് സെക്രട്ടറി ആവുന്ന ഒരു കേഡറിലേക്ക് വന്ന ചീഫ് സെക്രട്ടറി ആക്കത്തില്ലേ? അപ്പോൾ ഇത് ഒരു വല്ലാത്ത വിവാദമാണ്. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. കാരണം 102 സീറ്റ് കിട്ടിയില്ലേ? അപ്പം എന്തെങ്കിലും ഇലക്ഷനിൽ മാനിപ്പുലേഷൻ നടന്നെങ്കിൽ 102 സീറ്റ് കിട്ടിയില്ലേ? അപ്പോൾ 102 സീറ്റ് സഹായിച്ച ഉദ്യോഗസ്ഥനെ സഹായിക്കണ്ടേ? അങ്ങനെ ചിന്തിച്ചാൽ, അത് വേറൊരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാ, ചിന്തിച്ചാൽ അപ്പോൾ ഇതൊരു വല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായി അഭിപ്രായങ്ങൾ വരുന്നു. ഇന്ന് അദ്ദേഹം ഞായറാഴ്ച ആയിട്ട് പോലും ഇന്ന് അദ്ദേഹം പോയി ചാർജ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശനി ഞായറും തിങ്കളൊന്നുമില്ല, ഉമ്മൻചാണ്ടി മോഡലിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇന്ന് അദ്ദേഹം ചാർജ് എടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും വളരെ വലിയ വിവാദമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യമില്ലാത്ത വിവാദവും തർക്കവുമാണ് കേരളത്തിൽ നടക്കുന്നത്. എന്തായാലും വളരെ രസകരമാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ. കേരളത്തിൽ ഇപ്പോൾ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും രാഷ്ട്രീയവും ഉദ്യോഗസ്ഥരുടെ പക്ഷപാതിത്വപരമായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ ഇരുന്നുകൊണ്ട് കുഴപ്പങ്ങൾ കാണിച്ചെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെയും കൂടി സഹായം കിട്ടിയിട്ടുണ്ടെങ്കിലോ തിരിച്ചാണെങ്കിലോ അങ്ങനെ തിരിച്ചു ചിന്തിച്ചാലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. തർക്കമുണ്ടാക്കുന്നു, വിവാദമുണ്ടാക്കുന്നു എന്ന് ചാനലുകൾ ഇതിങ്ങനെ കത്തിച്ച് നിർത്തുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഓരോ വാർത്ത ഇങ്ങനെ പിടിപ്പിച്ച് നിർത്തണം. അത് വെള്ളം അടിച്ചിരിക്കുന്നവർ നല്ല ലഹരിയിലൊക്കെ നിന്ന് പിടിച്ചങ്ങനെ നിൽക്കുമല്ലോ, വീട്ടിൽ കയറി പോവാതെ, അതുപോലെ പിടിച്ചങ്ങനെ നിൽക്കുകയാണ് ചാനലുകളൊക്കെ. രത്തൻ കേൽക്കറുടെ പിന്നാലെ നടക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കി വേർഡ്സും അദ്ദേഹം ആരുടെ സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങോട്ട് പോയി, മക്കൾ അങ്ങോട്ട് പോയി, അദ്ദേഹം എവിടെയെങ്കിലും ചായ കുടിച്ചു. ഇനിയിപ്പോൾ മുഴുവൻ കാര്യങ്ങളും രത്തൻ കേൽക്കറിൻ്റെ പഴയകാല കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു അനാവശ്യ വിവാദമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഉള്ള കാര്യങ്ങൾ നടക്കട്ടെ. മുഖ്യമന്ത്രിയുടെ KC വേണുഗോപാൽ പറഞ്ഞതാണ് ശരി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെ വയ്ക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതിനകത്ത് മറ്റൊരാളിനും അഭിപ്രായത്തിന് സ്കോപ്പില്ല. ഓരോ മന്ത്രിമാരുടെ സ്ഥാപനങ്ങളിലും ഓരോരുത്തരെ വയ്ക്കുന്നുണ്ട്, ഓഫീസുകളിലും. അതൊക്കെ അവരവർ തീരുമാനിക്കുന്നതാണ്. നമുക്കതിനകത്ത് ഒരു അഭിപ്രായമില്ല. അത് അങ്ങനെ തന്നെ തീരുമാനിച്ചു പോകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവർക്കും പ്രിയരായിരിക്കും. ഇപ്പം മമ്മൂട്ടി കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്, അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എറണാകുളത്ത്, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് എറണാകുളത്ത് VD സതീശൻ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത് VD സതീശനെ പുകഴ്ത്തുകയാണ്. അപ്പോൾ പിണറായി വിജയൻ വഴക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പരവൂരിൽ നടക്കുന്ന പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുക്കുകയാണ്, കുഞ്ചാക്കോ ബോബൻ പങ്കെടുക്കുകയാണ്, സലിംകുമാർ പങ്കെടുക്കുകയാണ്, രമേഷ് പിഷാരടി പങ്കെടുക്കുകയാണ്. രമേഷ് പിഷാരടി MLA എന്ന് വയ്ക്കാം. മമ്മൂട്ടി പങ്കെടുക്കുന്ന എന്ത് ന്യായത്തിലാണ്? മമ്മൂട്ടി കൈരളിയുടെ ചെയർമാനും അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനുമല്ലേ? എങ്ങനെയാണ് VD സതീശനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്? പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് സംസാരിച്ചു. ഇത് സംഭവിക്കും. അങ്ങനെ പൊതുവിൽ നിൽക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ, എക്സ്പേർട്ടുകൾ, അക്കാഡമിഷ്യന്മാർ, പ്രൊഫഷണലുകൾ, അവരെയൊക്കെ എല്ലാ ഗവൺമെൻറ്റുകളും ഉപയോഗിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ സേവനമെടുക്കും. അവരുടെ മറ്റ് വേറെ വേർഡ്സ്, ഇപ്പോൾ സച്ചിദാനന്ദൻ എല്ലാ ഗവൺമെൻറ്റിലും ഇരുന്നിട്ടുള്ള ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്കിതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. രത്തൻ കേൽക്കറിൻ്റെ ഈ ഒരു വിവാദം ആവശ്യമില്ലാത്തൊരു അനാവശ്യമായ അനവസരത്തിലുള്ളൊരു വിവാദമാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ അവരെ ഓഫീസിൽ വയ്ക്കാം. അത് ഇന്ന ആളിനെ വച്ചത് എന്തോ പാതകമാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല. അതൊരു വിവാദ വിഷയമാണ് എന്നതിനപ്പുറം
അതിലൊരു മെരിറ്റുമില്ല.